പിരിമിറ്റിൽ സീറ്റ് നൽകാതെ അപഹാസ്യനാക്കി വിട്ട വരുൺ ഗാന്ധിയുടെ സാഹചര്യം കൃത്യമായി കോൺഗ്രസ് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രിയങ്ക ഗാന്ധിയാണ് വരുൺ ഗാന്ധിയെ തിരിച്ച് കോൺഗ്രസിലേക്ക്, അതായത് കോൺഗ്രസ് പാളയത്തിലേക്ക് നെഹ്റു കുടുംബാംഗമായ ഇദ്ദേഹത്തിന് എത്തിക്കാനുള്ള ദൗത്യം കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, രക്ഷാബന്ധൻ ദിനത്തിലൊക്കെ കോൺഗ്രസ് നേതാവായ പ്രിയങ്ക ഗാന്ധി നിരവധി തവണ വരുൺ ഗാന്ധിക്ക് രാഖി കെട്ടിയിട്ടുണ്ട്. വരുൺ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ സഹോദരി സഹോദര ബന്ധം എന്നും നിലനിർത്തിയിട്ടുമുണ്ട്. പലപ്പോഴായി മേനക ഗാന്ധി ശകാര വാക്കുകൾ കൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ മോശമായ രീതിയിൽ സംസാരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിനൊക്കെ മറുപടി കൃത്യമായ രീതിയിൽ വരുൺ ഗാന്ധി പോലും കൊടുത്തിട്ടുമുണ്ട്. വരുൺ ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധി എന്നത് സ്വന്തം സഹോദരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരുൺ ഗാന്ധിയെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമേ അല്ല. ഫിറോസ് വരുൺ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പിലിഭിറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അത് വലിയ രീതിയിലുള്ള ഹൈപ്പ് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് വരുൺ ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസിന് ഫിറോസ് വരുൺ ഗാന്ധിയുടെ സഹായം അനിവാര്യമാണ് താനും. നിരവധി മണ്ഡലങ്ങളിൽ അദ്ദേഹം താരപ്രചാരകനായി മാറും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് വരുൺ ഗാന്ധിക്ക് കൃത്യമായി ഉത്തർപ്രദേശിന്റെ ചുമതല നൽകുന്ന രാഷ്ട്രീയ നീക്കത്തിലേക്ക് കടക്കാനും പ്ലാനുണ്ട്. ആദ്യത്തെ കാര്യം, ഫിറോസ് വരുൺ ഗാന്ധി ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പ്രധാനമായി അറിയുക എന്നുള്ളതാണ്. മേനക ഗാന്ധി ഒരുപക്ഷെ BJP വിടുമെന്നാണ് ആദ്യം ഊഹമുണ്ടായിരുന്നെങ്കിലും അവർക്ക് സുൽത്താൻപൂർ സീറ്റ് നൽകിക്കൊണ്ട് BJP അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതോടുകൂടി മേനക ഗാന്ധിയെ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം പാളിപ്പോയിരുന്നു. എന്നാൽ ഫിറോസ് വരുൺ ഗാന്ധി തുടക്കം മുതൽ തന്നെ BJPക്ക് ഉള്ളിലെ ഒരു തിരുത്തൽ ശക്തിയായാണ് നിലകൊണ്ടിരുന്നത്. കർഷക സമരമാകട്ടെ, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമ പ്രശ്നങ്ങളാകട്ടെ, നിരവധിയായ പ്രശ്നങ്ങളിൽ BJPക്കെതിരെ കൃത്യമായി ആരോപണങ്ങൾ ഉന്നയിക്കാൻ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ഫിറോസ് വരുൺ ഗാന്ധി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ BJP നേതൃത്വം അതിശക്തമായി തന്നെ എതിർക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥ്, അദ്ദേഹത്തിന്റെ അനുയായികൾ ഒക്കെ വരുൺ ഗാന്ധിയെ ഏതൊക്കെ രീതിയിൽ തരം താഴ്ത്താമോ ആ രീതിയിലൊക്കെ അദ്ദേഹത്തിനെ താറടിച്ച് കാണിക്കുന്നുമുണ്ട്. ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ അനുയായികൾക്കോ കഴിയില്ല.